കരിയർ പാത്ത് വിത്ത് അപരയിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ ജോലി ഒഴിവുകളെക്കുറിച്ച് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, IDBI ബാങ്ക് എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ബാങ്കാണ്. അവരുടെ നിരവധി ഒഴിവുകളിലേക്ക് ഇപ്പോൾ ബൾക്കായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. IDBI ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. തുടക്കത്തിൽ തന്നെ ഏതൊക്കെ വേക്കൻസീസ്, എത്ര വേക്കൻസീസ് എന്നുള്ള കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നോക്കുകയാണെങ്കിൽ അറിയാം, കേരളയിൽ നമുക്ക് 30 വേക്കൻസീസാണ് ഉള്ളത്. 30 വേക്കൻസീസ് ഉണ്ട് പല കാറ്റഗറിയിലായിട്ട്. അതിൽ ജനറൽ കാറ്റഗറിയിൽ, UR കാറ്റഗറിയിൽ 13 വേക്കൻസീസ് ഉണ്ട്. ബാക്കി റിസർവ്ഡ് കാറ്റഗറീസിൽ അതിനനുസരിച്ചുള്ള വേക്കൻസീസ് അവർ തന്നിട്ടുണ്ട്. 30 വേക്കൻസീസാണ് കേരളയിലുള്ളത്. സ്പെഷ്യലൈസ്ഡ് അഗ്രികൾച്ചർ അസിസ്റ്റ് ഓഫീസർ വരുന്നത് പാൻ ഇന്ത്യ ലെവലാണ്. 100 ഒഴിവുകളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ ടെനേറ്റീവ് ഓൺലൈൻ ടെസ്റ്റിൻ്റെ ഡേറ്റ് ഒന്ന് നോക്കാം. ഡിസംബർ, ജാനുവരി വളരെ അടുത്തെത്തിയിട്ടുണ്ട്. അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് നവംബർ 20-നാണ്. അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 30-ആണ്. നമുക്ക് അധിക ദിവസങ്ങളില്ല. 3-4 ദിവസത്തിനുള്ളിൽ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യും. സോ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഏജ് ലിമിറ്റ് തന്നിട്ടുണ്ട്. 20 മുതൽ 25 വയസ്സ്, ആ ഒരു ഏജ് ഗ്യാപ്പിലുള്ള ആളുകളായിരിക്കണം. ഗ്രാജുവേഷൻ കഴിഞ്ഞവരായിരിക്കണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. ജനറലിസ്റ്റ് കാറ്റഗറിയിലാണെങ്കിൽ എന്തെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ആയാൽ മതി. ഏതെങ്കിലും ഒരു UGC അംഗീകൃത ബാച്ചിലേഴ്സ് ഡിഗ്രി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. സ്പെഷ്യലൈസ്ഡ് ആണെങ്കിൽ അവിടെ വരുമ്പോൾ വ്യത്യാസമുണ്ട്. അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഫിഷറി സയൻസ്, അനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ്, ഫോറസ്ട്രി, ഡയറി സയൻസ് ഓർ ടെക്നോളജി, ഫുഡ് സയൻസ്, പിസിക്കൾച്ചർ, അഗ്രോ ഫോറസ്ട്രി, സെറികൾച്ചർ എക്സെട്ര ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കോഴ്സ്. അത് അഗ്രി ഓഫീസറിലേക്കാണ്, AAO പോസ്റ്റിലേക്കാണ് കേട്ടോ ഈ ഒരു പെർട്ടിക്കുലർ ഡിഗ്രി പറയുന്നത്. ഓക്കെ, ജനറലിസ്റ്റ് പോസ്റ്റിലേക്ക് വരുമ്പം ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് ഉണ്ടല്ലോ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ലാൻഡ്സ്കേപ്പ് മോഡിലാണ് ഈ ഒരു കംപ്ലീറ്റ് ആ ഒരു പോർട്ടൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ മുൻപോട്ട് പോകുമ്പം എന്തൊക്കെയാണ് ഇനി കാണാനുള്ളതെന്ന് നോക്കാം. യെസ്, നമുക്ക് ഓൺലൈൻ എക്സാമിനേഷൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണാം. ജനറലിസ്റ്റ് ആണെങ്കിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്: ലോജിക്കൽ റീസണിങ്, ഡാറ്റ അനാലിസിസ്, ഇൻ്റർപ്രിറ്റേഷനും, ജനറൽ ഇക്കണോമി, ബാങ്കിങ് അവയർനെസ് എക്സെട്ര, കമ്പ്യൂട്ടർ IT, ഇതെല്ലാം കൂടി ചേർന്ന് 60 മാർക്കുമാണ് വരുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 വീതം. ടൈം അലോട്ടഡ് സെക്ഷണൽ കട്ട് ഓഫ് ആണുള്ളത്. ടൈമിന് സെക്ഷണൽ ടൈമിംഗ് ആണുള്ളത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതായത് 60 ക്വസ്റ്റ്യന് 60 മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് 40 മിനിറ്റ് സമയം മാത്രമേ അനുവദിക്കുന്നുള്ളൂ. ഇംഗ്ലീഷ് ലാംഗ്വേജിനാണെങ്കിൽ 40 ക്വസ്റ്റ്യൻ ഉത്തരം നൽകാനായിട്ട് 20 മിനിറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 എണ്ണം ചെയ്യാൻ 35 മിനിറ്റ്. ജനറൽ നോളജ് കാര്യങ്ങൾക്ക് 60 ക്വസ്റ്റ്യൻ ചെയ്യാൻ 25 മിനിറ്റുമാണ് അലോട്ടഡ് ടൈം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, സെക്ഷണലായിട്ടുള്ള ടൈമിംഗ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പെനാൽറ്റി വരെ 0.25 ആണ്. 1/4 മാർക്ക് ഡിഡക്ഷൻ ഉണ്ടാകും, നെഗറ്റീവ് മാർക്കുണ്ട്. പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടുണ്ട്. നാഷണാലിറ്റി പറയുകയാണെങ്കിൽ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം എന്നുള്ള നാഷണാലിറ്റി തന്നെ. അല്ലാതെയും വേറെ കുറേ കാറ്റഗറീസ് അവരതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പർ ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ 20 to 25 ആണ് അവരുടെ ഏജ് കാറ്റഗറി എന്ന് പറയുന്നത്, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ സ്കെഡ്യൂൾഡ് കാസ്റ്റ് അഥവാ സ്കെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിൽ, SC/ST വിഭാഗത്തിൽ പെട്ടുന്ന ആളുകളാണെങ്കിൽ 5 വർഷം വരെ മാക്സിമം ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC NCL ആണെങ്കിൽ 3 വർഷവും, PWD ആണെങ്കിൽ 10 വർഷവുമാണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. ബാക്കിയുള്ളവരുടേത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ് സർവീസ്മെൻ, കമ്മീഷൻഡ് ഓഫീസേഴ്സ് ഇൻക്ലൂഡിംഗ് എമർജൻസി കമ്മീഷൻഡ് ഓഫീസർ, ഷോർട്ട് സർവീസ് കമ്മീഷൻഡ് ഓഫീസേഴ്സ് എക്സെട്ര. ഓക്കെ, ദെൻ
1984 റയറ്റ്സിൻ്റെ ഭാഗമായി അഫക്റ്റ് ചെയ്ത ആളുകളാണെങ്കിലും 5 വർഷത്തെ റിലാക്സേഷൻ ഏജിൽ തന്നിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പറഞ്ഞല്ലോ, ജനറലിസ്റ്റിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് പറയുന്നത്. AAOയിൽ വരുമ്പം സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഏതൊക്കെ ഡിഗ്രി വേണം എന്നുള്ളത് അതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഒരു മിനിമം പാസിംഗ് പേഴ്സൻറ്റേജ് ഉണ്ട്. പാസ് പെർസെൻറ്റേജ് വരുന്നത് ജനറൽ EWS OBC കാൻഡിഡേറ്റ്സിന് 60%, SC ST കാൻഡിഡേറ്റ്സ് PWD കാൻഡിഡേറ്റ്സിന് വരുന്നത് 55% പാസ് പെർസെൻറ്റേജാണ് ഗ്രാജുവേഷനിൽ കേട്ടോ. ദെൻ completing online application will be deemed as consent from the candidate to check his or her credit history with the relevant agencies. അപ്പോൾ നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ ഫൈനൽ സെലക്ഷനും കാര്യങ്ങളും എല്ലാം മെഡിക്കൽ ഫിറ്റ്നസ്സും എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അറിയിക്കുക. അപ്ലൈ ചെയ്യേണ്ടത് 21 മുതൽ തുടങ്ങിയിട്ടുണ്ട്. നവംബർ 30 അവസാനത്തെ ഡേറ്റ്. അവസാനമാവാൻ കാത്തു നിൽക്കേണ്ടതില്ല, അതിന് മുൻപ് തന്നെ അപ്ലൈ ചെയ്യുക. ബിഫോർ അപ്ലൈയിങ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഒരു ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും കാര്യങ്ങളും വേണം. നമ്മൾ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് സ്കാൻഡ് ഫോട്ടോഗ്രാഫ്, തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ആൻഡ് സൈൻ. ഇതിനകത്ത് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എങ്ങനെ വേണം എന്നുള്ളത് ഇതിൽ തന്നിട്ടുണ്ട്. നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് hereby declare that all the information submitted by me in the application form is correct, true and valid. I will present the supporting documents as and when required. നമ്മൾ സ്വന്തം കൈപ്പടയിൽ എഴുതി ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റേഴ്സിലല്ല എഴുതേണ്ടത്, റണ്ണിങ് ലെറ്റേഴ്സിൽ വേണം എഴുതാൻ. ആ കാര്യം ശ്രദ്ധിക്കുക. എക്സാം വരുന്നത് ഡിസംബർ ജാനുവരി ടൈമിലായിരിക്കും. പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യത്തിലൊരു ഫൈനലൈസിങ് തീരുമാനം നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ബാങ്കിങ് ഒക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ, ബാങ്കിങ് എക്സാംസിനൊക്കെ അറ്റംപ്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു എക്സാം ആയിട്ട് തന്നെ നമുക്ക് IDBI JAM പറയാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നോട്ടിഫിക്കേഷനിൽ തന്നെയാണെങ്കിലും രജിസ്ട്രേഷന് വേണ്ട ടാബും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. എന്താണ് അവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളത് ലിങ്കും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സബ്മിഷൻ നമ്മൾ ഫൈനലി സബ്മിറ്റ് എന്ന് കൊടുക്കണം. നിർബന്ധമായിട്ടും അറ്റ് ലാസ്റ്റ് നമ്മൾ ഫൈനലി സബ്മിറ്റിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണും. അത് കൊടുത്ത് സബ്മിറ്റായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ബാക്ക് വരാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം, ഫീ ആണ്. ഫീ വരുന്നത് SC ST PWD കാൻഡിഡേറ്റ്സിന് 250, ബാക്കി എല്ലാവർക്കും 1050 രൂപയാണ് ഇൻക്ലൂഡിങ് ഇൻറ്റിമേഷൻ ചാർജസ് വരുന്ന ഫീ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ സാലറിയുടെ കാര്യം ഇതിൽ പറയുന്നുണ്ടോ എന്നത് നോക്കണം. എനിവേ എങ്ങനെ പോയാലും എബവ് 50K സാലറി, ഒരു 60K പ്ലസ് സാലറി നിങ്ങൾക്ക് ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഫെർദർ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് ആക്ഷൻ അഗെയിൻസ്റ്റ് കാൻഡിഡേറ്റ്സ് ഫൗണ്ട് ഗിൽറ്റി, അൺഫെയർ മീൻസ് ഒന്നും യൂസ് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ടാകും ഫോർ SC ST OBC കാൻഡിഡേറ്റ്സ്. ഓക്കെ, ഇത് ഓപ്റ്റ് ചെയ്താൽ മാത്രമാണ് ആ കാര്യങ്ങളും ഒക്കെ ഒന്ന് നോട്ടിഫിക്കേഷനിലൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് വായിച്ചു നോക്കിക്കോളൂ. ദെൻ ഓരോന്നിൻ്റെയും ഡെഫിനിഷനും കാര്യങ്ങളും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. PWD കാൻഡിഡേറ്റ്സ് എന്താണ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്ക്രൈബ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ. സോ അത്രയേ ഉള്ളൂ നമ്മുടെ നോട്ടിഫിക്കേഷൻ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് അനക്സർ 1 നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻസിൻ്റെയും കാര്യങ്ങളുടെയും ഒക്കെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും എത്ര വേണം, എന്തായിരിക്കണം അതിൻ്റെ ഡയമെൻഷൻ, സൈസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയങ്ങളിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് ഫീയും അടയ്ക്കാൻ എല്ലാവർക്കും പറ്റട്ടെ. സബ്മിറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക, എഴുതുക. ബാങ്കിങ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു എക്സാം കൂടിയാണ്. പെട്ടെന്ന് തന്നെ റിസൾട്ടും കാര്യങ്ങളും എല്ലാം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു.